ഹായ് ഓൾ, വെൽക്കം ടു AGP. അപ്പോൾ നമ്മളിന്ന് കാത്തിരുന്ന എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. RRB റെയിൽവേയുടെ NDPCയുടെ എക്സാം ഇന്ന് മാർച്ച് 16 അപ്പോൾ ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടികളെടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയുണ്ട് എക്സാം എന്നുള്ളത് അവരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ എക്സാമിൻ്റെ ഒരു റിവ്യൂവും കൂടെ ഉണ്ടാവും. സോ കീപ് വാച്ച്. പേര് സുന്ദർ. ശരി, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ട്? 80+ അറ്റംപ്റ്റ് ഉണ്ട്. ഏതാ എളുപ്പമായിട്ട് തോന്നിയത്? മാത്സ് ആണോ, റീസണിംഗ് ആണോ, ഇംഗ്ലീഷ്, GK ആണോ? ഈസിയാണ്. മാത്സ് റീസണിങ് ഓരോ ഈസി தான். GK கொஞ்சம் கஷ்டம். GK ടഫാ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ஞாபகம் இருக்கா? ஞாபகம்னா இது 2025 சாம்பியன்ஸ் ட்ராஃபியில் இந்தியாவோட ஃபைனல் யார் கூட விளாண்டாங்க. ஓகே. പിന്നെ அடுத்து 86 அமெண்ட்மெண்ட்டு எதுக்காக எடுத்தாங்க அப்படின்னு. அப்புறம் இப்போ யூரோப்பியன் கூட ட்ரீட்மெண்ட் போட்டாங்களே, ட்ரேடு அது வந்து எந்த மந்த்துன்னு கேட்டிருந்தாங்க. ഏത് മാസം ചോദിച്ചു. ഓക്കെ. സ്റ്റാറ്റിക് ഏതെങ്കിലും ചോദിച്ചായിരുന്നു? ஸ்டாட்டிக் கேட்கல, பட் வந்து GS கொஞ்சம் இருந்துச்சு, நிறைய இருந்துச்சு. அரௌண்டு இப்போ இந்த அலாவுதீன் கில்ஜி அவங்கள பற்றி அந்த மாதிரி இது ஒரு 4-5 இருந்துச்சு. ஆமாம். ஹிஸ்ட்ரி പൊതുവേ എളുപ്പമായിരുന്നു. புரியல. പൊതുവേ എളുപ്പമായിരുന്നു. எழுதலாம். ஒரு 70+ கண்டிப்பாக எழுதலாம். ஓகே. எக்ஸ்பெக்டட் கட் ஆஃப் 65 to 70 இருந்தால் ஈஸியாக இருக்கும், நல்லாயிருக்கும். ഇവിടെ ஆமாம், 65 to 70. ഇതിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് കുറച്ച് പളപ്പോയി. എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? 30 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു, ബാക്കി അറ്റൻഡ് ചെയ്തു. ബാക്കിയുണ്ടായിരുന്നു. ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഏത് പാർട്ടായിരുന്നു? ഇംഗ്ലീഷ് അല്ല, മാത്സ് ആണോ, റീസണിംഗ് ആണോ, GK ആണോ? GK ആണ്. GK കുഴപ്പമില്ലായിരുന്നു. എനിക്ക് മാത്സും കുഴപ്പമില്ല, റീസണിംഗ് ആണ് ടഫായിരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഒരുപാട് ചോദിച്ചു എന്ന് പറഞ്ഞു. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു. GKയുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടോ? അമെൻമെൻറ്റ്സ് ഒക്കെ ചോദിച്ചിരുന്നു. ഏത് അമെൻമെൻ്റ് ഓർമ്മയുണ്ടോ? അത് അറിയാം. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്? പിന്നെ റീസണിങ് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ എളുപ്പമുണ്ടായിരുന്നു. പൊതുവെ പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു. മോഡറേറ്റ് ലെവലായിട്ട്. ലെവലായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? കൃത്യമായിട്ട് ഓർമ്മയിലൊരു 80 അടുപ്പിച്ചുണ്ടാവും. 80 ഉണ്ട്. ഓക്കെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞ ഏരിയ പറയാം, ക്വസ്റ്റ്യൻ പറയണമെന്നില്ല. കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു ആപ്റ്റിറ്റ്യൂഡൊക്കെ. പിന്നെ റീസണിങ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പഠിച്ച ഒരു കുട്ടിക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തൊരു കുട്ടിക്ക് എത്ര സ്കോർ വരെ അടിക്കാൻ പറ്റും ഈ ഒരു എക്സാമിൽ? 70+ ഒക്കെ അടിക്കാൻ പറ്റും? ഓഫ് കോഴ്സ് എന്തായാലും. ഒരു GK എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ? GK ഒരു ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. GKയുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റും? അങ്ങനെ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. കറണ്ട് അഫയേഴ്സ് തന്നെയായിരുന്നു കൂടുതലും GK വരുമ്പോൾ. ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞേ? ക്രിക്കറ്റ് വേൾഡ് കപ്പായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട്? ഓർക്കുന്നില്ല. ഓക്കെ. ഇനി വരാൻ പോകുന്ന കുട്ടികളുണ്ട്, അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഏതൊക്കെ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരണം എന്നുള്ളൊരു ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക? GK വരുമ്പോൾ 2-3 ഇയേഴ്സ് നോക്കി വരിക. പിന്നെ ആപ്റ്റിറ്റ്യൂഡൊക്കെ സ്ഥിരം ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് കിട്ടും? അറിയില്ല. കിട്ടട്ടെ. താങ്ക് യു. തോമസ്. അനില തോമസ്. അനില, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അനില, എക്സാം എനിക്ക് വലിയ സീനില്ലായിരുന്നു. എത്ര അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു? 75 അറ്റംപ്റ്റ്. പൊതുവെ എളുപ്പമായിരുന്നിട്ടാണ് പറയുന്നത്. മാത്സ് കുറച്ചൊക്കെ ടഫായിരുന്നു, കുറച്ച് കാൽക്കുലേറ്റീവ് ഉണ്ടായിരുന്നു. ആവറേജിൻ്റെ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു, ബാക്കി കുഴപ്പമില്ല. GK എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ? GK കറണ്ട് അഫയേഴ്സ് കുറച്ചുണ്ടായിരുന്നു, ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നോക്കുന്നവർക്ക് അതും കൂടെ ആകുമ്പം സെറ്റായിരിക്കും. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? GKയുടെ ആണോ? GK ബയോളജിയുടെ 2-3 ഉണ്ടായിരുന്നു. മറ്റേ ഈ ഫൈലത്തിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ GDPയുടെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ബജറ്റിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ഉണ്ടായിരുന്നു. ICC ക്രിക്കറ്റിൻ്റെ ഉണ്ടായിരുന്നു. പൊതുവെ എളുപ്പമായിരുന്നു. അറ്റംപ്റ്റ് 75. ഓക്കെ. ഒരു സേഫ് സ്കോർ എന്ന് പറയാൻ വേണ്ടി എത്രയും എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ ഇരുന്ന് കുറേ പേർക്കൊക്കെ കാൽക്കുലേറ്റീവ് ആയിരുന്നെന്നാണ് പൊതുവെ അവിടെ പറയുന്നത്.
ஜான்சன். ജോൺസൺ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? எக்ஸாம் ஈஸியாக தான் இருந்துச்சு. மற்றபடி ரீசனிங் எல்லாம் ஈஸியாக தான் இருந்துச்சு. மேக்ஸு கொஞ்சம் டஃப்பு. மற்றபடி ஜிகே நான் படிக்காத போதனால பிரச்சனை இல்லை. ரீசனிங் எல்லாம் போட்டேன். ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർമ്മ ஞாபகம் இருக்கு? சீட்டிங் அரேஞ்ச்மெண்ட் அதிகமாக கேட்டிருந்தாங்க ரீசனிங்கில். அது போக சோசியலில் தான் அதிகமாக கேட்டிருந்தாங்க. சயின்ஸ் இந்த தடவை அதிகமாக கேட்கல. சோசியல் அதிகமாக கேட்டிருந்தாங்க. அதுக்கப்புறம் உன்னோட அட்டெம்ப்ட் எவ்வளோ? அட்டம்ப்ட்னா நம்பர் ஆஃப் மார்க் டோட்டல் மார்க் வந்து 100 மார்க். 100. இல்லை உங்களுக்கு இது எத்தனை வரும்னு கேட்குறீங்களா? மேக்ஸிமம் ஒரு இதுக்கு நான் ப்ரிப்பேர் பண்ணல. நான் எஸ்எஸ்சிக்கு தான் ப்ரிப்பேர் பண்ணுறேன். ஒரு 40-45 എതിർപ്പാക്കണം. അவ்வளോதான். എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. മുന്നേത്തേക്കാളും ഷിഫ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടായ പോലെ തോന്നി. ഡിഫിക്കൽട്ടായിട്ടാണ് തോന്നുന്നത്. എത്ര അറ്റംപ്റ്റ് എത്ര ഉണ്ടായിരുന്നു? അറ്റംപ്റ്റ് എത്രയായിരുന്നു ഓർമ്മയില്ല. പൊതുവേ ഇപ്പം അറിഞ്ഞനുസരിച്ച് റീസണിങ് കുറച്ച് ടഫായിട്ട് പറഞ്ഞ കുട്ടികളുണ്ട്. ടഫായിരുന്നോ റീസണിങ്? എല്ലാം കുറച്ച് ടഫായ പോലെ തോന്നി. കറണ്ട് അഫയേഴ്സ് കൂടുതലും ചോദിച്ചു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിമെമ്പർ ചെയ്യാൻ പറ്റുമോ? ഓർത്തെടുക്കാൻ പറ്റും? കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അങ്ങനത്തെ ഉള്ള പോർഷൻ കൂടുതലായിട്ട് ചോദിച്ചായിരുന്നു. ജികെയുടെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ജികെയുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇന്ന ഏരിയ ചോദിച്ചു എന്ന് പറയാൻ പറ്റുമോ? എക്കണോമിക്സ് കൂടുതൽ ചോദിച്ചു. ബയോളജി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. സയൻസ് ഒക്കെ കുറവായിരുന്നു. ഏത് ബയോളജിയുടെ ഏതോ ഒരെണ്ണം അത് മാത്രമേ ഉണ്ടായിരുന്നു. പൊതുവേ ഡിഫിക്കൽട്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അതെ. ഒരു സേഫ് സ്കോർ എന്ന് പറയാൻ എത്ര ഉണ്ടാവുന്ന ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ? ഇവിടെ പേര്? അലൂഷ. അനുഷയ്ക്ക് എങ്ങനെയുണ്ട്? എന്താ ഫീൽ ചെയ്തത്? സെയിം തന്നെ? കുറച്ച് ടഫായിരുന്നു എക്സാം. ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും റിമെമ്പർ ചെയ്ത് പറയാൻ പറ്റുമോ? അങ്ങനെ റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൂടുതലും റീസണിങ് കുറച്ച് ഈസി ആയിട്ട് തോന്നി. ഭയങ്കര പാടല്ല, എന്നാലും കുറച്ച് ഈസി ആയിട്ട് റീസണിങ് തോന്നി. ഈസി ആയിട്ട് തോന്നി. കുഴപ്പമില്ല. ഒരു ബാക്കി സബ്ജക്റ്റിനെ വെച്ചിട്ട് ഈസി ആയിട്ട് തോന്നി. ഏത് ഏരിയ എന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാൻ പറ്റും? இல்லை ஏரியா கான்செப்ட் கொஸ்டின் வரல. இப்போ வேர்ல்டு கப்பை பற்றி வந்திருந்தது லாஸ்ட்டாக. வேர்ல்டு கப் உண்டா? வேர்ல்டு கப்பில் உமன்ஸ் வேர்ல்டு கப்பில் யார் இது பண்ணியிருந்தான்னு வந்துச்சு. உமன்ஸ் வேர்ல்டு கப் அதாவது 2025 யார் எடுத்தான்னு வந்தது. அவரே இதில் இங்கே மென்னுக்கும் கேட்டிருந்துச்சு. நமக்கும் மென்னுக்கும் சவுத் ஆஃப்ரிக்கா 25 அடித்தது யாருன்னு கேட்டிருந்தாங்க. 26 கேட்கல, 25 கேட்டிருந்தாங்க. ഓക്കെ ഓക്കെ. அது கேட்டிருந்தாங்க. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ച് ടഫായിരുന്നു. മാത്സ് ടഫായിരുന്നു. ഓക്കെ. ജികെയുടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടോ? എളുപ്പം ഉണ്ടായിരുന്നു പൊതുവെ? ജികെ കുഴപ്പമില്ല. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്? നമുക്ക് അവസാനം കാണാൻ പറ്റുമല്ലോ. 95 ചെയ്തു. 95 ഉണ്ട്. ഓക്കെ ഓക്കെ. പൊതുവെ എളുപ്പമായിരുന്നു തോന്നുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്തിട്ടാണോ? അല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ റിവ്യൂസ് എല്ലാം വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ച എക്സാം അല്ല. അത്ഭുതങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചത് വലിയ മാറ്റങ്ങളോ ഒന്നുമില്ല. പക്ഷേ എക്സാം ഒരു മോഡറേറ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ്, ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ആൾക്കാർ, വളരെ എളുപ്പം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എജ്യുബിയുടെ ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഫ്രീ ക്ലാസ്സുകളും PDF-കളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഷിഫ്റ്റുകളിലൊക്കെ റിവ്യൂസ് എടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.